ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠന അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന ലെവൽ 1 കോഴ്സിൻ്റെ 14ാം സെഷനിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും ദാനം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സഹാബികൾ ചോദിച്ചു, കഴിവില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ സ്വന്തമായി ജോലി ചെയ്യണം, അങ്ങനെ സ്വശരീരത്തെ ശുശ്രൂഷിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. അവർ ചോദിച്ചു, അതിനും കഴിവില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആപത്ത് ബാധിച്ച ആവശ്യക്കാരെ അവൻ സഹായിക്കണം. അവർ ചോദിച്ചു, അതിനും കഴിവില്ലെങ്കിലോ? അവൻ നന്മ കൽപ്പിക്കട്ടെ, അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യട്ടെ, തീർച്ചയായും അതും ധർമ്മമാണ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നമ്മൾ കഴിഞ്ഞ സെഷനിലെ അറബി സംസാര ഭാഷയിൽ പഠിച്ചത് വൈകുന്നേരം സലാം പറഞ്ഞതിന് ശേഷം ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ പറയേണ്ടുന്ന വചനമാണ്. മസാ അൽ ഖൈർ. മസാ എന്നതിനർത്ഥം സായാഹ്നം, വൈകുന്നേരം എന്നാണ്. അൽ ഖൈർ നന്മ. മസാ അൽ ഖൈർ നല്ല സായാഹ്നം. ആരെങ്കിലും അത് പറഞ്ഞതിന് മറുപടി പറയുന്നതിന് വേണ്ടി ഉള്ള വചനമാണിത്. അടുത്തത് മസാ അന്നൂർ. മസാ സായാഹ്നം, അന്നൂർ പ്രകാശം. മസാ അന്നൂർ പ്രശോഭിതമായ സായാഹ്നം എന്നർത്ഥം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ള അറബി സംസാര ഭാഷ, നമ്മൾ ഒരാളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ എന്താണ് പറയേണ്ടത്? കൈഫ ഹാലുക്ക. കൈഫ എങ്ങനെ, ഹാല് അവസ്ഥ, ഹാലുക്ക നിൻ്റെ അവസ്ഥ. കൈഫ എങ്ങനെയുണ്ട്, ഹാലുക്ക നിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് മലയാളത്തിൽ വിശേഷങ്ങൾ ആരായുന്നത് പോലെ അറബിയിൽ കൈഫ എങ്ങനെയുണ്ട്, ഹാലുക്ക നിൻ്റെ അവസ്ഥ. കൈഫ ഹാലുഖ് എങ്ങനെയുണ്ട് നിൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ കൈഫൽ ഹാൽ, അൽ ഹാൽ അവസ്ഥ. കൈഫൽ ഹാൽ അവസ്ഥ എങ്ങനെയുണ്ട് എന്നും ഉപയോഗിക്കാറുണ്ട്. കൈഫ എങ്ങനെയുണ്ട്, ഹാലുക്ക അവസ്ഥ. കൈഫ ഹാലുക്ക എങ്ങനെയുണ്ട് നിൻ്റെ അവസ്ഥ. അടുത്ത് കൈഫൽ ഹാൽ അവസ്ഥ എങ്ങനെയുണ്ട്. രണ്ടാം ഭാഗം വ്യാകരണ വിഭാഗമാണ്. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന, യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു. ഫാഇൽ മഫ്ഊൽ ഫഅൽ. ഫഅല പട്ടികയിലെ 6 രൂപങ്ങൾ പ്രധാനമായി പഠിക്കേണ്ട. 4 രൂപങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഫതഹ ബാബ്. ഫതഹ എന്നതിനർത്ഥം അവൻ തുറന്നു. ഫതഹു അവർ തുറന്നു. ഫതഹത്ത നീ തുറന്നു. ഫതഹത്തും നിങ്ങൾ തുറന്നു. ഫതഹത്തു ഞാൻ തുറന്നു. ഫതഹന ഞങ്ങൾ തുറന്നു. യഫ്തഹു അവൻ തുറക്കുന്നു. യഫ്തഹൂന അവർ തുറക്കുന്നു. തഫ്തഹു നീ തുറക്കുന്നു. തഫ്തഹൂന നിങ്ങൾ തുറക്കുന്നു. അഫ്തഹു ഞാൻ തുറക്കുന്നു. നഫ്തഹു ഞങ്ങൾ തുറക്കുന്നു. ഇഫ്തഹ് നീ തുറക്കൂ. ഇഫ്തഹു നിങ്ങൾ തുറക്കൂ. ലാ തഫ്തഹ് നീ തുറക്കരുത്. ലാ തഫ്തഹു നിങ്ങൾ തുറക്കരുത്. ഫാത്തിഹ് തുറക്കുന്നവൻ. മഫ്തൂഹ് തുറക്കപ്പെടുന്നവൻ. ഫതഹ് തുറക്കുക, അല്ലെ തുറക്കൽ ക്രിയ. ഈ ഫതഹ, ഈ രൂപങ്ങൾ ഖുർആനിൽ ഈ രൂപത്തിൽ 29 പ്രാവശ്യം ആവർത്തിക്കുന്ന പദങ്ങളാണത്. ഹുവ ഫതഹ് അവൻ തുറന്നു. ഹിയ ഫതഹത്ത് ഫതഹ ബാബിൻ്റെ അതേ രൂപത്തിലുള്ള മറ്റൊരു പദമാണ്. ജയല അവൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിർമ്മിച്ചു. ഹി മേഡ്. ജയലു അവർ ഉണ്ടാക്കി. ജയൽത്ത നീ ഉണ്ടാക്കി. ജയൽത്തും നിങ്ങളുണ്ടാക്കി. ജയൽത്തു ഞാൻ ഉണ്ടാക്കി, ഞാൻ നിർമ്മിച്ചു. ജയൽന ഞങ്ങളുണ്ടാക്കി. യജ്അലു അവനുണ്ടാക്കുന്നു. യജ്അലൂന
അവർ ഉണ്ടാക്കുന്നു. തജ്അലു നീ ഉണ്ടാക്കുന്നു. തജ്അലൂന നിങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നു. അജ്അലു ഞാൻ ഉണ്ടാക്കുന്നു. നജ്അലു ഞങ്ങൾ ഉണ്ടാക്കുന്നു. ഇജ്അൽ നീ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ നീ സൃഷ്ടിക്കൂ. ഇജ്അലു നിങ്ങൾ ഉണ്ടാക്കൂ. ലാ തജ്അൽ നീ ഉണ്ടാക്കരുത്. ലാ തജ്അലു നിങ്ങൾ ഉണ്ടാക്കരുത്. ജാഇൽ ഉണ്ടാക്കുന്നവൻ, മജ്ഊൽ ഉണ്ടാക്കപ്പെടുന്നവൻ, ജഅല് ഉണ്ടാക്കൽ അല്ലെങ്കിൽ ക്രിയ ഉണ്ടാക്കുക. ജഅല അവനുണ്ടാക്കി, ജഅലു അവരുണ്ടാക്കി, ജഅൽത നീ ഉണ്ടാക്കി, ജഅൽതും നിങ്ങൾ ഉണ്ടാക്കി, ജഅൽതു ഞാൻ ഉണ്ടാക്കി, ജഅൽന ഞങ്ങൾ ഉണ്ടാക്കി. യജ്അലു അവൻ ഉണ്ടാക്കുന്നു, യജ്അലൂന അവർ ഉണ്ടാക്കുന്നു, തജ്അലു നീ ഉണ്ടാക്കുന്നു, തജ്അലൂന നിങ്ങൾ ഉണ്ടാക്കുന്നു, അജ്അലു ഞാൻ ഉണ്ടാക്കുന്നു, നജ്അലു ഞങ്ങൾ ഉണ്ടാക്കുന്നു. ഇജ്അൽ നീ ഉണ്ടാക്കൂ, ഇജ്അലു നിങ്ങൾ ഉണ്ടാക്കൂ. ലാ തജ്അൽ നീ ഉണ്ടാക്കരുത്, ലാ തജ്അലു നിങ്ങൾ ഉണ്ടാക്കരുത്. ജാഇൽ ഉണ്ടാക്കുന്നവൻ, നിർമ്മിക്കുന്നവൻ, മജ്ഊൽ ഉണ്ടാക്കപ്പെടുന്നവൻ, നിർമ്മിക്കപ്പെടുന്നവൻ, ജഅല് ഉണ്ടാക്കൽ, നിർമ്മാണം. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. യജ്അലു യജ്അലൂൻ, തജ്അലു തജ്അലൂൻ, അജ്അലു നജ്അലു. ഇജ്അൽ ഇജ്അലു, ലാ തജ്അൽ ലാ തജ്അലു. ജാഇൽ മജ്ഊൽ ജഅല, ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. യജ്അലു യജ്അലൂൻ, തജ്അലു തജ്അലൂന, അജ്അലു നജ്അലു. ഇജ്അൽ ഇജ്അലു, ലാ തജ്അൽ ലാ തജ്അലു. ജാഇൽ മജ്ഊൽ ജഅൽ, ജഅല അവൻ ഉണ്ടാക്കി, ജഅലത്ത് അവൻ ഉണ്ടാക്കി. അന്ത തജ്അലു ഹിയ തജ്അലു നീ ഉണ്ടാക്കുന്നു, ഹിയ അവൾ ഉണ്ടാക്കുന്നു. അന്ത തജ്അലു ഹിയ തജ്അലു പുല്ലിംഗം, അന്ത തജ്അലു നീ ഉണ്ടാക്കുന്നു, ഹിയ അവൾ സ്ത്രീലിംഗം അവൾ ഉണ്ടാക്കുന്നു. ഈ 7 പദങ്ങൾ 346 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗമായ പ്രധാന അഭ്യാസം ബാങ്കിന് ശേഷമുള്ള ദുആ. ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആയാണ് പഠിക്കാനുള്ളത്. അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബ് റബ്ബൻ രക്ഷിതാവേ നാഥൻ, റബ്ബ്. ഹാദിഹി ഹാദ ഇത്, ഹാദിഹി ഇത് സ്ത്രീലിംഗം, ഹാദ പുല്ലിംഗം, ഹാദിഹി അതിൻ്റെ സ്ത്രീലിംഗം. ഇത് തന്നെ അർത്ഥം. ദഅവത്തി ത്വാമ, ദഅ പറഞ്ഞ വിളിക്കുക, വിളിക്കൽ, പ്രബോധനം. ദഅവത്ത് വിളി. അത്താമ താമത്ത് പൂർണ്ണമായ, പെർഫെക്റ്റ് പൂർണ്ണമായ. ദഅവത്തി താമത്ത് പൂർണ്ണമായ പ്രാർത്ഥന അല്ലെങ്കിൽ വിളി. വസ്സലാത്ത് സലാത്ത് നമസ്കാരം, വസ്സലാത്ത് നമസ്കാരവും. അൽ ഖായിമ നിലനിൽക്കുന്ന, കാമ അവൻ നിന്നു, ഖായിമ നിലനിൽക്കുന്ന, ഖായിമത്ത്. നമുക്കറിയാം ഈ ക്രിയകളുടെ, അറബി ക്രിയകളുടെ അവസാനം ഹാത്ത വന്നാൽ അവയെല്ലാം സ്ത്രീലിംഗമായിരിക്കും. നോക്കൂ, അദവത്തി താമത്തി, വസ്വലാത്തി, ഖായിമത്തി, ഹാദിഹി, അതുകൊണ്ട് ഹാദിഹി എന്താണ്, ഈ സ്ത്രീലിംഗ ശബ്ദമാണ്. ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബ് റബ്ബ്, ഹാദിഹി ഈ, അദ്ദഅവത്തി ത്വാമ പൂർണ്ണമായ പ്രാർത്ഥന, വസ്സലാത്ത് നമസ്കാരവും, അൽ ഖായിമ അൽ ഖായിമത്ത് നിലനിൽക്കുന്ന നമസ്കാരവും. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി അദ്ദഅവത്തി ത്വാമത്തി വസ്സലാത്തിൽ ഖായിമ. അല്ലാഹുവേ, പൂർണ്ണമായ ഈ പ്രാർത്ഥനയും നിലനിൽക്കുന്ന നമസ്കാരത്തെയും. ആത്തി ഫിൽ അംറാണ്, കൽപ്പനക്രിയയാണ്. ആത്തി നീ നൽകൂ, ആത്തി നൽകണമേ. മുഹമ്മദനിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽ വസീല, വസീല പറഞ്ഞാൽ സാമീപ്യം, അള്ളാഹുവിൻ്റെ അടുത്തുള്ള സാമീപ്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൽ ഫലീല ദ ഗ്രേറ്റ്, ശ്രേഷ്ഠമായത്, അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഉന്നതമായ സ്ഥാനമാണ് വസീല എന്ന് ഉദ്ദേശിക്കുന്നത്. വൽ ഫലീല ശ്രേഷ്ഠമായ ആ സ്ഥാനവും. വബഅസുഹു ബഅസ അവൻ ഉയർത്തി. ഇബ്അസ് ഫിൽ അംർ നീ ഉയർത്തു. ഇബ്അസുഹു നീ അവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തു. വബഅസുഹു നീ അവനെ ഉയർത്തുകയും ചെയ്യണമേ. മഖാമൻ മഹ്മൂദൻ, മക്കാമ കാമ നിന്നു,
അതിൽ നിന്നാണ് മക്കാം പറഞ്ഞ് നിന്ന സ്ഥലം എന്നുള്ളതാണ്. മക്കാം ഇബ്രാഹിം അലൈഹി സ്വലാം നിന്ന സ്ഥലം. മക്കാമൻ മഹമൂദൻ, സ്തുത്യർഹമായ ആ സ്ഥാനത്തിലേക്ക് ഇബ്അസ്ഹു, അദ്ദേഹത്തിന് ഉയർത്തണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. അല്ലദി, ആ യാതൊന്ന്, അള്ളാഹുവിൻ്റെ അടുത്തുള്ള ആ സ്ഥാനം. വഅദ, വഅദ പറഞ്ഞാൽ അവൻ വാഗ്ദാനം ചെയ്തു. വഅദ വഅദു, വഅദത്ത വഅദത്തും വഅദത്തു വഅദന. വഅദത്ത, നീ വാഗ്ദാനം ചെയ്തു, നീ വാഗ്ദാനം ചെയ്തത്, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വഅദത്തുഹു, അവന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാഗ്ദാനം ചെയ്ത ആ സ്ഥാനത്ത് അള്ളാഹുവേ നീ അവനെ ആക്കണമേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്കണമേ എന്നുള്ളതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദാൻ വാങ്ക് കേട്ടിട്ട് ആരെങ്കിലും ഈ പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹമൂദൻ അല്ലദീ വഅദഹു എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിലൊരു ബാധ്യതയായി അവന് ആരാണ് ഈ ദുആ ചെയ്തത് അവർക്ക് പുനരുദ്ധാരണ നാളിൽ അവന് വേണ്ടി വാദിക്കുവാൻ ശുപാർശ ചെയ്യണമെന്നുള്ള എന്നിൽ ബാധ്യതയായി എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ഈ ഹദീസ് ഉൾക്കൊണ്ടു തന്നെ അപൂർണ അർത്ഥത്തിൽ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിൽ ആരും തന്നെ അവിടെ സഹായിക്കാൻ ആ സന്ദർഭത്തിൽ നമ്മൾക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കുവാൻ നമ്മൾ ഈ ദുആ ബാങ്ക് കേട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ ചൊല്ലേണ്ടതാണ്. നമ്മൾ ബാങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനവും, റിസാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെക്കുറിച്ചുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെടുത്തുകൊണ്ട് ദുആ ചെയ്യുന്നതിനെക്കുറിച്ച്, കൂടാതെ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അൽ ഫലാഹ്, ഫലാഹ് വിജയം, ഇവിടെയും ഇഹലോകത്തും പരലോകത്തെയും വിജയത്തെക്കുറിച്ചും ബാങ്കിൽ പ്രതിപാദ്യമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അതിലുപരിയായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? നമുക്കറിയാം, അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ജന്മനാലോ അല്ലെങ്കിൽ പിന്നീടോ അറിഞ്ഞുകൊണ്ടോ നമ്മൾ മുസ്ലിങ്ങളായിരിക്കുകയാണല്ലേ. ഈ മുസ്ലിമായി ജീവിക്കാനുള്ള മാർഗദർശനം അള്ളാഹു നൽകിയത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ത്യാഗങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ദഅവ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ പോലും കഴിയുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ പരിണത ഫലമാണ്. അതിനാൽ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് പ്രത്യേകം ബാങ്ക് കേട്ട ശേഷം പ്രവാചകൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് സ്മരിക്കുകയും അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദിയും സ്മരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ പുറകിലുള്ള ചൈതന്യം. ഇനി ഇഖാമത്താണ്. ബാങ്കിന് ശേഷമുള്ള നമസ്കാരത്തിന് തൊട്ടുമുമ്പുള്ള ഭാഗമാണ് ഇഖാമത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അക്ബർ പറഞ്ഞാൽ, കബീർ പറഞ്ഞാൽ വലുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾക്ക് സങ്കല്പത്തിൽ നിന്നെല്ലാം വളരെ വിദൂരതയിലാണ്. അതാണ് അല്ലാഹു അക്ബർ, അക്ബർ ഗ്രേറ്റസ്റ്റ്, അതിനപ്പുറത്ത് ഒന്നും തന്നെയില്ല. അപ്പോൾ കബീർ എന്നുള്ള പദത്തിൽ നിന്നാണ് അക്ബർ ഉണ്ടായത്. അൽ അക്ബർ, ദ ഗ്രേറ്റസ്റ്റ്, അൽ തി എന്നുള്ള പദമാണ്. സഗീർ പറഞ്ഞാൽ ചെറുത്, അസ്ഗർ ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ്. അൽ അസ്ഗർ പറഞ്ഞാൽ ദ സ്മോളസ്റ്റ്. കസീർ പറഞ്ഞാൽ ധാരാളം. അക്സർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, വളരെയധികം. അൽ അക്സർ പറഞ്ഞാൽ ദ മോസ്റ്റ്. ഹസീന, ഹസനത്ത്, അഹ്സൻ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അലി, അകല. അലി പറഞ്ഞാൽ ഉയർന്ന. അലി നാമമാണ് നമുക്കറിയാം. അലി പറഞ്ഞാൽ എന്താ? അലിയുൻ പേരാണ്, ഉയർന്നത് എന്നുള്ള അർത്ഥമാണ് അലിയുൻ. അൽ അകല ഏറ്റവും ഉന്നതമായ. അൽ അകല, അകല അല്ലെങ്കിൽ അകല, അല്ല അകല. ഹമീദ് സ്തുതിക്കുന്നവൻ, ഹംദ സ്തുതിച്ചു, ഹമീദ് സ്തുതിക്കുന്നവൻ. അഹമ്മദ് ഏറ്റവും സ്തുതിക്കുന്നവൻ, അൽ അഹമ്മദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു മഹാനാണ്, മഹത്വപൂർണ്ണനാണ്.
അള്ളാഹുവാണ് ഏറ്റവും മഹത്വമുള്ളവൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അൻ എന്തെന്നാൽ ല ഇല്ല, ഇലാഹ് ആരാധ്യൻ അള്ളാഹു, ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്ന എന്തെന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, ദൂതനാണ്. റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ ദൂതനാവുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹയ്യാല സ്വലാഹ്. ഹയ്യ കം ടു വരിക, അല ലേക്ക് മേൽ. നമ്മൾ പഠിച്ചിരുന്നു ഹർഫു ജറുകൾ അല്ലെങ്കിൽ ഗതികൾ സബ്ജക്റ്റ് നാമത്തിനോ ക്രിയനാമത്തിനോ കൂടെ ചേരുമ്പോൾ അർത്ഥവ്യത്യാസം ഉണ്ടാകും. ഹയ്യാല, ഹയ്യ വരിക, ഹയ്യാല വരിക, മുന്നിടുക, മുന്നോട്ട് വരിക. അസ്വലാത്ത് നമസ്കാരം, ഹയ്യാല സ്വലാത്ത് നമസ്കാരത്തിലേക്ക് വരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹയ്യാലൽ ഫലാഹ്, ഹയ്യ വരിക അല്ലെ ഹയ്യാല വരിക. അൽ ഫലാഹ്, ഫലാഹ് വിജയം, ഐശ്വര്യം എന്നെല്ലാം അർത്ഥമുണ്ട്. ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരിക, ഐശ്വര്യത്തിലേക്ക് വരിക. ഹയ്യാല മുന്നിടുക അല്ലെങ്കിൽ വരിക. അൽ ഫലാഹ് വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഐശ്വര്യത്തിലേക്ക്. ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഐശ്വര്യത്തിലേക്ക് വരിക. ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഖദ് തീർച്ചയായും, ഖാമത്ത് ഖാമ അവൻ നിന്നു, ഖാമത്ത് അവൾ നിന്നു. ഖാമ അവൻ നിന്നു, അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഖാമത്ത്. ഖദ് എന്ന പദം ഉപയോഗിക്കുന്നത് ഭൂതകാല ക്രിയയുടെ ഖദ് ഉപയോഗിക്കുന്നത് ആ ക്രിയയെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഖദ് ഖാമത്ത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അസ്വലാത്ത് നമസ്കാരം, അതായത് ഖദ് തീർച്ചയായും, ഖാമത്തി സ്വലാ നമസ്കാരം സ്ഥിരപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് ഏറ്റവും മഹത്വമുള്ളവൻ, അള്ളാഹുവാണ് ഏറ്റവും മഹത്വമുള്ളവൻ. ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇല്ല, ഇലാഹ് ആരാധ്യൻ അഥവാ അള്ളാഹു, ഇല്ല ഒഴികെ, അള്ളാഹു അള്ളാഹു അല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. ഇത് കഴിഞ്ഞാൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നമസ്കാരത്തിൽ ചൊല്ലേണ്ട അല്ലെങ്കിൽ നമസ്കാരത്തിന് മുമ്പുള്ള ആമുഖ പ്രാർത്ഥന. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. സുബ്ഹാൻ, സുബ്ഹാന പരിശുദ്ധനാണ്, നമ്മൾ വിശദീകരിച്ചാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു. അതാണ് സുബ്ഹാന. അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, നമ്മൾ പുകഴ്ത്തുകയാണ്, പ്രൈസ് ചെയ്യുകയാണ്. സുബ്ഹാനക നീ, നിന്റെ പരിസ്ഥിതി എല്ലാ ന്യൂനതയിൽ നിന്നും പരിശുദ്ധരാകുന്നു. നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. ഇപ്പോൾ സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുമ്മ അള്ളാഹുവേ, വബിഹംദിക ഹംദ് സ്തുതി, ഹമദ സ്തുതിച്ചു, അവൻ സ്തുതിച്ചു. ഹംദിക നിന്റെ സ്തുതി അല്ലെങ്കിൽ നിന്നെ സ്തുതിക്കുന്നു, നിന്നോടുള്ള സ്തുതി. വബിഹംദിക ബി പറഞ്ഞ കൊണ്ട് ഇൽ, ബിഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട്, വബിഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ടും. തബാറക, തബാറക്ക ആ ഖ എന്നുള്ളത് ബർക്കത്തിനുള്ള കായാണ്. തബാറക് ബർക്കത്തിനുള്ള കായാണ്. ബറക്ക അവൻ അനുഗ്രഹിച്ചു, തബാറക്ക അനുഗ്രഹീതനാവുന്നു. തബാറക്ക അവൻ അനുഗ്രഹീതനാവുന്നു. ഇസ്മ, ഇസ്മ നാമം, ഇസ്മുക്ക നിന്റെ നാമം. തബാറക് ഇസ്മുക്ക നിന്റെ നാമം അനുഗ്രഹീതമാകുന്നു. വതആല ജദ്ദുക അലിയുൻ ഉന്നതമായ, വതആല ഉന്നതമാകുന്നു. ജദ്ദുക്ക ജദ്ദു, ജദ്ദുൻ മഹത്വം, ജദ്ദുക്ക നിന്റെ മഹത്വം. വതആല ജദ്ദുക്ക നിന്റെ മഹത്വം ഉന്നതമാകുന്നു. വല ഇലാഹ, വല ഇല്ല, ഇലാഹ് ആരാധ്യൻ. വല ഇലാഹ് ഒരു ആരാധ്യനുമില്ല, വേറെ ആരാധ്യനുമില്ല. ഗൈർ ഒഴികെ, എക്സെപ്റ്റ്. ഗൈറുക്ക നീ അല്ലാതെ, നീ ഒഴികെ. വല ഇലാഹ ഗൈറുക്ക നീ അല്ലാതെ വേറെ ആരാധ്യനില്ല. സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ, വബിഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ടും, വതബാറക അനുഗ്രഹീതനാവുന്നു. ഇസ്മുക്ക നിന്റെ നാമം,
വതആല ജദ്ദുക, നിന്റെ മഹത്വം ഉന്നതമാകുന്നു. വലാ ഇലാഹ, വേറെ ആരാധ്യനില്ല, ഗൈറുക, നീയല്ലാതെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചുകൊണ്ടും നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നിന്റെ നാമം ഏറെ അനുഗ്രഹീതമാകുന്നു, നിന്റെ മഹത്വം ഉന്നതമാകുന്നു, നീയല്ലാതെ വേറെ ആരാധ്യനില്ല. ഇവിടെ നമ്മൾ ചില അറബി പദങ്ങൾ പഠിച്ച് പുതുതായിട്ട്. അൻ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അൻ എന്തെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. ഈ അൻ എന്ന പദം ഖുർആനിലെ അൻ എന്ന് മാത്രം 576 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അൻ എന്ന പദം പഠിക്കാത്ത സമയമെടുത്ത് നമ്മളെടുത്തു. 1 മിനിറ്റ് താഴെ സമയം കൊണ്ട് 576 പദങ്ങൾ നമ്മൾ ഖുർആനിൽ പഠിച്ചിരിക്കുന്നുള്ളതാണ്. മറ്റു പദം അതേ അർത്ഥമുള്ള മറ്റു പദമാണ് അന്ന എന്തെന്നാൽ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്ന എന്തെന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന്. അന്ന അന്ന ഖുർആനിൽ 263 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ഇൻഷാ അള്ളാഹ്, ഇൻ എങ്കിൽ, ഷാ അവൻ ഉദ്ദേശിച്ചു, ഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചു, ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചു. അത് 628 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇന്ന നിശ്ചയമായും, ഇന്നല്ലാഹ മഹസ്വാബിരി, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു മഹ കൂടെയാണ്, അസ്വാബിരീൻ ക്ഷമാനുക്കളുടെ കൂടെ. ഇന്ന എന്ന പദം ഖുർആനിൽ 1297 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ ലോഗോ നിങ്ങൾക്ക് കാണാൻ കഴിയും. DPPR, അള്ളാഹുമായിട്ടുള്ള ബന്ധം ഡയറക്റ്റാണ്. ഡി ഡയറക്റ്റ്, പി പേഴ്സണലാണ്, വ്യക്തിപരമാണ്, നമ്മളുമായിട്ട് വ്യക്തിപരമായിട്ട് അള്ളാഹുമായി സംസാരിക്കുന്നത്. പി പ്ലാൻഡ്, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, നമ്മളിവിടെ സന്നിധാനം ഈ ഖുർആൻ പഠിക്കാനും എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണ്. പ്ലാൻഡ് റെലവൻ്റ്, എല്ലാം കൊണ്ടും യോജിച്ച സാഹചര്യമാണ്, സമയമാണ് അള്ളാഹു നമ്മൾക്ക് ഒരുക്കി തന്നിരിക്കും. DPPR. അപ്പോൾ നമ്മളൊക്കെ കാര്യം കേൾക്കുമ്പോൾ, ആയത്തോ സൂറത്ത് കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു, ഗ്രഹിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അക്ബർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാർത്ഥന നോക്കൂ. അള്ളാഹുവേ, നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ നീ സഹായിക്കണമേ. അള്ളാഹു മഹാൻ തന്നെയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രാർത്ഥനയെ ശേഷം ആലോചിക്കണം. വിലയിരുത്തണം കാര്യങ്ങൾ. എത്ര തവണയാണ് ഞാൻ എൻ്റെ താല്പര്യത്തിന് അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കാൾ മുൻഗണന നൽകുന്നത്? ഉദാഹരണത്തിന്, ചെറിയ ഉദാഹരണം, ഫജ്ർ നമസ്കാരത്തിന് എടുത്ത് നോക്കും. നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എന്ന് നമ്മൾ വിലയിരുത്തുക, സ്വയം ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിലയിരുത്തിയതിന് ശേഷം പ്ലാൻ ചെയ്യണം, ആസൂത്രണം ചെയ്യണം, നമ്മൾ പദ്ധതി ആവിഷ്കരിക്കണം. അള്ളാഹുവിൻ്റെ വാക്യം സ്വീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും കൂട്ടായും, ഇതേപോലെ സഹപാഠികളുമായി കൂട്ടായും കുടുംബത്തോടൊപ്പവും നമ്മൾ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞ് പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം, പ്ലാൻ ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടമാണ് പ്രബോധനം. അള്ളാഹുവിൻ്റെ മഹത്വം ലോകർ അറിയട്ടെ, സന്ദേശം യഥാവിധി എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് അറിയാത്ത ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളോടൊപ്പമുണ്ട്. അവർക്ക് അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എത്തിച്ചു കൊടുക്കുക, അതും നമ്മുടെ കടമയാണ്. സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ കൊണ്ടുവരിക. സുബ്ഹാന പരിശുദ്ധൻ, സുബ്ഹാൻ അള്ളാഹു മഹാപരിശുദ്ധനാണ്. ഇത് നമ്മൾ ഈ പദ്ധതി പ്രകാരം എങ്ങനെ നമ്മൾക്ക് പ്രായോഗവൽക്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ സുബ്ഹാനല്ലാഹ് പൂർണ്ണമായി അർത്ഥം ഗ്രഹിച്ചുകൊണ്ട്, ആശയം ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടതിന് ശേഷം പിന്നെ പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട്. അള്ളാഹുവേ, എൻ്റെ നിയന്ത്രണത്തിനപ്പുറമുള്ളതെല്ലാം പരീക്ഷണങ്ങളായി കണക്കാക്കി എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥന ചെയ്ത ശേഷം അത് വിലയിരുത്തുക. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള കാലാവസ്ഥകൾ, മറ്റ് ചുറ്റുപാടുകൾ, എൻ്റെ നിറം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ശരീരാവസ്ഥ, രൂപഭാവങ്ങൾ, കുടുംബം, ഇവയെക്കുറിച്ചെല്ലാം എത്ര തവണ നമ്മൾ അവലാതിപ്പെടാറുണ്ട്. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര തവണ നമ്മൾ ഓർക്കാറുണ്ട് എന്ന കാര്യം നമ്മൾ വിലയിരുത്തുക. അതിനുശേഷം പദ്ധതി ആവിഷ്കരിക്കുക. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കുറ്റമറ്റതാണെന്ന് ഗ്രഹിക്കുക. സാഹചര്യങ്ങളെല്ലാം പരീക്ഷണങ്ങളാണ്. ചിലത് മനുഷ്യൻ്റെ പിഴവുകൾ കൊണ്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കുകയും അത് പ്രബോധനം ചെയ്യാൻ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണെന്ന് ജനങ്ങളെ അറിയിക്കുക.
അടുത്തതായിട്ട് പഠനക്കുറിപ്പാണ്. ഇന്നത്തെ പഠനക്കുറിപ്പിൽ ഒരു ഹദീസാണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ ഉന്നത പദവിയിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആന് വേണ്ടി ജീവിതം ഉഴിഞ്ഞവച്ചവരോട് അന്ത്യനാളിൽ പറയപ്പെടും, നിങ്ങൾ ഭൂമിയിൽ പാരായണം ചെയ്തിരുന്നത് പോലെ പാരായണം ചെയ്യുക, സ്വർഗീയ പദവികൾ കയറിപ്പോവുകയും ചെയ്യുക. നിങ്ങൾ അവസാന സൂക്തം പാരായണം ചെയ്യുന്ന എവിടെ വെച്ചാണോ അതാണ് നിങ്ങളുടെ സ്വർഗീയ സ്ഥാനം അല്ലെങ്കിൽ പദവി. അബൂദാവൂദ്, തിർമിദി എന്നിവർ നിവേദനം ചെയ്ത ഹദീസാണത്. ഈ ലോകത്തൊരു വീടുണ്ടാക്കുന്നതിനുള്ള നമ്മുടെ അധ്വാനമായി ഒരു താരതമ്യം ചെയ്യുക നമ്മുടെ പ്രയത്നങ്ങൾ ഇവിടുത്തെ. നമ്മിൽ പലരും വർഷങ്ങളായി പണിയെടുത്ത് ഭൂമിയിൽ ഒരു വീടുണ്ടാക്കുന്നതിനായി പണം ഒരുക്കി കൂട്ടുന്നു, ശേഖരിച്ചു വയ്ക്കാൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം മത്സരിക്കുകയാണ് വീട് നിർമ്മാണത്തിൽ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച്. സാധാരണഗതിയിൽ ഒരാൾ വീടുണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം മധ്യ വയസ്സ് പിന്നിട്ടിരിക്കും. ചിലർ അതിൽ താമസിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുകയും ചെയ്യും. നാം ഒരിക്കലും അതിൽ ശാശ്വതമായി താമസിക്കുകയില്ലല്ലോ. ഒരു 25 വർഷം പോലും താമസിക്കാൻ കഴിയില്ല കയറി വന്നാലല്ലേ. എത്രത്തോളം അവിടെ താമസിക്കുന്നുവോ അത്രത്തോളം വാർദ്ധക്യം ഒരു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.